എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. താൽക്കാലിക നിയമനം സംബന്ധിച്ച ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകാതെ സർക്കാരിന്റെ ഒളിച്ചുകളി. KPCC അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച പട്ടികയെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാലക്കാട് ബ്രൂവറി പ്ലാന്റിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. NM വിജയന്റെ ആത്മഹത്യാ കേസിൽ പ്രേരണ കുറ്റം ചുമത്തി MLA IC ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. കാന്തപുരത്തിന്റെ പേര് പറയാതെ വിമർശനം ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. KSRTCയുടെ സാമ്പത്തിക കണക്ക് നോക്കുന്നത് താനെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. കാളപ്പെറ്റു എന്ന് കേട്ടപ്പോഴേക്കും കയറെടുത്തു എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നലെ സഖാക്കൾ നരേന്ദ്രമോദിയെ തെറി വിളിച്ചത്. വാർത്തകൾ വിശദമായി. താൽക്കാലിക നിയമനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ സർക്കാരിന്റെ ഒളിച്ചുകളി. കഴിഞ്ഞ 4 വർഷം വിവിധ സർക്കാർ വകുപ്പുകൾ, ബോർഡുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, കമ്പനികൾ എന്നിവിടങ്ങളിലെ താൽക്കാലിക നിയമനം സംബന്ധിച്ച ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകാതെ സർക്കാരിന്റെ ഒളിച്ചുകളി. താൽക്കാലിക നിയമനം സംബന്ധിച്ച് തയ്യാറാക്കി വിവരങ്ങൾ ക്രോഡീകരിച്ചില്ലെന്നാണ് 4 ചോദ്യങ്ങൾക്കുള്ള മറുപടി. നേരത്തെ താൽക്കാലികമെന്ന പേരിൽ നടന്ന പിൻവാതിൽ നിയമനങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് രമേശ് ചെന്നിത്തല ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങളിലാണ് സർക്കാരിന്റെ ഒളിച്ചുകളി. KPCC അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച പട്ടികയെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. KPCC അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച പട്ടികയെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അങ്ങനെയൊരു ചർച്ച നടന്നിട്ടില്ല. സംസ്ഥാന നേതൃത്വം നൽകാത്ത പട്ടികയെക്കുറിച്ച് ഇപ്പോൾ ചർച്ച നടക്കുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. K സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയാൽ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള 6 പേരുകളടങ്ങിയ പട്ടിക തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗേലു നൽകിയെന്ന റിപ്പോർട്ടുകൾ തള്ളിയാണ് VD സതീശന്റെ പ്രതികരണം. ഹൈക്കമാൻഡാണ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ വഴിതിരിച്ചുവിടാനാണ് ഇത്തരത്തിലുള്ള ചർച്ചയെന്നും VD സതീശൻ ആരോപിച്ചു. താനും KPCC അധ്യക്ഷൻ K സുധാകരനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ഒന്ന് പിണങ്ങിയിട്ട് പോലുമില്ലെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. മദ്യനിർമ്മാണശാല PPE കിറ്റ് വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ. ബ്രൂവറി പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നും VD സതീശൻ പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മലയോര മേഖലയെ ചേർത്ത് പിടിക്കുന്നതാവും UDFന്റെ മലയോര സമര ജാതിയെന്നും VD സതീശൻ പറഞ്ഞു. യാത്രക്കൊടുവിൽ വന്യജീവി പ്രശ്നത്തിന് കൃത്യമായ ഒരു ബദൽ തയ്യാറാക്കും. ഇത് സർക്കാരിന് സമർപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പാലക്കാട് ബ്രൂവറി പ്ലാന്റിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പാലക്കാട് ബ്രൂവറി പ്ലാന്റിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് ഓരോ ദിവസവും തെളിയിക്കുകയാണെന്നും ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. സർക്കാർ കർഷകരോടും സാധാരണക്കാരോടും ചെയ്യുന്ന ക്രൂരതയാണിത്. ഇൻവെസ്റ്റ്മെന്റ് പേരിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് വളരെ തെറ്റാണ്. ഇപ്പോഴാണ് അച്യുതാനന്ദന്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. കൊക്കക്കോളക്കെതിരെ സമരം നടത്തിയ അച്യുതാനന്ദൻ എടുത്ത നിലപാടുകളെ ജനമിപ്പോൾ ഓർക്കുകയാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കുടിവെള്ളത്തിനു വേണ്ടി പ്രയാസപ്പെടുന്ന ജനമാണ് അവിടെയുള്ളത്. അവർക്ക് മുന്നിലാണ് എല്ലാവിധത്തിലുള്ള മദ്യനിർമ്മാണം ആരംഭിക്കുന്നതിനായി സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. അത് വലിയ തെറ്റാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നേതൃത്വമാറ്റം വേണോ വേണ്ടയോ എന്നത് ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടതും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിവിടെ തീരുമാനിക്കുകയോ ചർച്ച ചെയ്യുകയോ വേണ്ട. തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്ന സന്ദർഭമാണിത്. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം. പാർട്ടിയിൽ സമ്പൂർണമായ ഐക്യം ഊട്ടിയുറപ്പിക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NM വിജയന്റെ ആത്മഹത്യാ കേസിൽ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട MLA IC ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. NM വിജയന്റെ ആത്മഹത്യാ കേസിൽ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട MLA IC ബാലകൃഷ്ണൻ MLAയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. കോടതി ഉത്തരവുള്ളതിനാലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായ സാഹചര്യത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രേരണ കുറ്റം ചുമത്തിയതിൽ IC ബാലകൃഷ്ണനാണ് 1-ാം പ്രതി. ഇന്നലെ MLAയുടെ വസതിയിലും പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. ഇതോടെ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട 3 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കാന്തപുരത്തിന്റെ പേര് പറയാതെ വിമർശനം ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കാന്തപുരത്തിന്റെ പേര് പറയാതെ വിമർശനം ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം. അത് സമ്മതിച്ചു കൊടുക്കാത്തവരെ എന്താണ് വിളിക്കേണ്ടത് എന്ന് താൻ പറയുന്നില്ല. ഇത് പറയുമ്പോൾ ചിലർ പ്രകോപിതരാകുന്നു. ആരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയെയോ സമുദായത്തെയോ ഉദ്ദേശിച്ചല്ല, സമൂഹത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു.
SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കൂടി വോട്ട് നേടിയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ ജയിച്ചതെന്ന ആരോപണവും MV ഗോവിന്ദൻ ആവർത്തിച്ചു. അന്യപുരുഷന്മാരുമായി ഇടകലർന്ന് സ്ത്രീകൾ വ്യായാമം ചെയ്യരുതെന്ന് സമസ്ത കാന്തപുരം വിഭാഗം പറഞ്ഞതോടെയാണ് വിവാദത്തിന്റെ തുടക്കം. പൊതു ഇടങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങരുതെന്ന് പിന്തിരിപ്പൻ നിലപാടാണെന്നും അങ്ങനെ ശാഠ്യം പിടിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്നും MV ഗോവിന്ദൻ മറുപടി പറഞ്ഞു. പുരോഗമന നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകേണ്ടി വരുമെന്നും MV ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു. KSRTCയുടെ സാമ്പത്തിക കണക്ക് നോക്കുന്നത് താനെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. KSRTCയുടെ സാമ്പത്തിക കണക്ക് നോക്കുന്നത് താനെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ 1-ാം തീയതി ശമ്പളം നൽകാനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. വൈകാതെ 1-ാം തീയതി ശമ്പള വിതരണം ആരംഭിക്കും. 8 വർഷത്തിനിടയിൽ 10,000 കോടിയാണ് KSRTCക്ക് സർക്കാർ നൽകിയത്. ശമ്പളത്തേക്കാൾ കൂടുതൽ പെൻഷനാണ് നൽകുന്നത്. KSRTCയുടെ നഷ്ടം കുറഞ്ഞു. KSRTCയിൽ 3 മാസം കൊണ്ട് പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരണം നടക്കും. 5 ദിവസത്തിലധികം ഒരു ഫയൽ വയ്ക്കാൻ സാധിക്കില്ല. ഉടൻ തീർപ്പാക്കാനും നിർദ്ദേശം നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്ക് അടുത്ത ദിവസം ടാബ് വിതരണം ചെയ്യും. ലൈസൻസ് സ്പോട്ടിൽ വിതരണം ചെയ്യാൻ ഉതകുന്നതിനാണ് ടാബ്. ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉടൻ മാറ്റം വരും. ഡ്രൈവിംഗ് ടെസ്റ്റ് ക്യാമറയിൽ ചിത്രീകരിക്കും. KSRTCയിൽ 90% ജീവനക്കാർ നല്ലതാണ്. ഒരു 4% പ്രശ്നക്കാരാണ്. അവരാണ് ആളുകളോട് മോശമായി പെരുമാറുന്നതും അപകടമുണ്ടാക്കുന്നതും. സൂപ്പർഫാസ്റ്റ് KSRTC ബസ്സുകൾ AC ആക്കുക എന്നതാണ് ലക്ഷ്യം. ചാർജ് വർധനവ് ഉണ്ടാകില്ലെന്നും മന്ത്രി അറിയിച്ചു. ട്രയൽ ഉടൻ ആരംഭിക്കും. വിജയിച്ചാൽ ഉടൻ പ്രാബല്യത്തിൽ വരും. ആൻഡ്രോയിഡ് ടിക്കറ്റ് മെഷീൻ ഉടൻ ആരംഭിക്കും. ചലോ എന്ന കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി. KSRTCക്ക് പുതിയ ആപ്പ് ഉടൻ വരും. ബസിന്റെ സഞ്ചാരപാത തിരിച്ച് അറിയുന്ന രീതിയിലാണ് പദ്ധതി. ട്രെയിൻ ആപ്പുകൾക്ക് സമാനമായ രീതിയിലാണ് ആപ്പ്. ബസ് സ്റ്റേഷൻ നവീകരിക്കാൻ ഉടൻ ഉണ്ടാകും. KSRTC സ്റ്റാൻഡുകളിലെ ബാത്റൂം മുഴുവൻ ക്ലീനിംഗ് ഉടൻ. ഭക്ഷണ വിതരണം ആരംഭിക്കാനുള്ള പദ്ധതി തയ്യാർ. സുലഭമെന്ന ഏജൻസിയുമായി സഹകരിച്ചാണ് പദ്ധതിയെന്നും മന്ത്രി വ്യക്തമാക്കി. കാളപെറ്റു എന്ന് കേട്ടപ്പോഴേക്കും കയറെടുത്തു എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നലെ സഖാക്കൾ നരേന്ദ്രമോദിയെ തെറി വിളിച്ചത്. കാളപെറ്റു എന്ന് കേട്ടപ്പോഴേക്കും കയറെടുത്തു എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നലെ സഖാക്കൾ നരേന്ദ്രമോദിയെ തെറി വിളിച്ചത്. കഴിഞ്ഞ ദിവസം മലയാളത്തിലെ മുൻനിര പത്രങ്ങളുടെ 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ച ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം വായിച്ചാണ് സഖാക്കൾ മോദിക്കെതിരെ തെറിയഭിഷേകം തുടങ്ങിയത്. നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന തലക്കെട്ടായിരുന്നു വാർത്ത. പാർട്ടി സമ്മേളനത്തിൽ വരെ സംഭവം പ്രതിഷേധമായി. വെള്ളിയാഴ്ച രാവിലെ ഒരു പ്രമുഖ ചാനലിൽ അവതാരകൻ പത്രവാർത്ത വായിക്കുകയും ചെയ്തതോടെ സംഭവം സോഷ്യൽ മീഡിയകളിൽ വൈറലാകുകയും ചെയ്തു. പത്രം വിശദമായി വായിക്കാതെ നേതാക്കളാണ് തെരുവിൽ മോദിയെ തെറിവിളിക്കാൻ തുടങ്ങിയത്. സംഭവം നാട്ടിൽ മുഴുവൻ പാട്ടായതോടെ കയ്യിൽ പണം സൂക്ഷിച്ചു വെച്ചിരുന്ന പലരും നെട്ടോട്ടമായി. ചിലർ സ്വർണം വാങ്ങിയും സാധനങ്ങൾ വാങ്ങിയും കയ്യിലെ പണം ഒഴിവാക്കി. ഇതിനിടെ പത്രപരസ്യത്തിനെതിരെ വ്യാപാരികൾ നിയമ നടപടിക്കൊരുങ്ങുകയാണ്. പത്രങ്ങളുടെ ധർമ്മത്തിന് നിരക്കാത്ത രീതിയിൽ ഇത്തരത്തിൽ പരസ്യങ്ങൾ കൊടുക്കുന്നതിൽ മുതിർന്ന പത്രപ്രവർത്തകരും എതിർപ്പുമായി രംഗത്തു വന്നു. പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ പരസ്യം നൽകിയില്ലെന്നത് ശ്രദ്ധേയമാണ്. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയ പള്ളി ഇമാം റിമാൻഡിൽ. ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയ പള്ളി ഇമാം റിമാൻഡിൽ. മൈനാഗപ്പള്ളി സ്വദേശി അബ്ദുൽ ബാസിത്തിനെയാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടത്. 20-കാരിയായ യുവതിയുടെ പരാതിയിലാണ് നടപടി. പത്തനംതിട്ട വായ്പൂരിലെ ഊട്ടുകുളം പള്ളിയിലെ ഇമാമാണ് പ്രതി. ചാവറ പോലീസ് സ്റ്റേഷനിലാണ് യുവതി പരാതി നൽകിയത്.
2 ദിവസത്തെ അവധിയെടുത്ത് വീട്ടിലേക്ക് പോവുകയാണെന്നാണ് പ്രതി പള്ളി അറിയിച്ചത്. ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണെന്ന് പ്രതിയുടെ വീട്ടുകാരും പള്ളി അറിയിച്ചു. എന്താണ് കാര്യമെന്ന് പോലും വിശദീകരിക്കാതെ ഫോണിൽ വിളിച്ച് പ്രതി മുത്തലാഖ് ചൊല്ലിയെന്ന് യുവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആദ്യ വിവാഹകാര്യം മറച്ചുവെച്ചാണ് അബ്ദുൽ ബസിത്ത് വിവാഹാലോചനയുമായി വീട്ടിൽ വരുന്നത്. വിവാഹം കഴിച്ച ആദ്യ ഭാര്യയെ വാടക വീട്ടിലാണ് കൊണ്ടുപോയത്. ഈ കാര്യം പിന്നീടാണ് അറിഞ്ഞത്. ഇത് ചോദ്യം ചെയ്തപ്പോൾ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാൻ തുടങ്ങി. മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നു. സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകൾ തള്ളി കെ മുരളീധരൻ. സംസ്ഥാന കോൺഗ്രസിലെ നേതൃത്വമാറ്റ ചർച്ചകളിൽ തള്ളി കെ മുരളീധരൻ. നേതൃത്വമാറ്റം സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും അതേക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ട് പോലുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചും പാർട്ടിയിൽ ചർച്ചയില്ലെന്നും എന്നാൽ DCC ഭാരവാഹി തലത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം ഹൈക്കമാൻഡിനോട് ഞങ്ങളാരും ഉന്നയിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. കെ സുധാകരന് ഒരാരോഗ്യ പ്രശ്നവുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സർവേ നടത്തുന്നതിൽ തെറ്റില്ല. പാർട്ടി വേദിയിൽ ഈ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡാണ്. സംസ്ഥാനത്ത് കോൺഗ്രസിന് മിനിമം 60 സീറ്റുകളെങ്കിലും ലഭിക്കണം. പാർട്ടിക്ക് കൂടുതൽ നിയമസഭാ സീറ്റ് നേടാൻ AICC തലത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. താൻ സർവേ നടത്താൻ പോകുന്നുവെന്ന് പാർട്ടിയിൽ പറയേണ്ടതില്ല. സർവേ പ്രതിപക്ഷ നേതാവിനും കെ സുധാകരന് നടത്താം. എന്നാൽ സർവേ നടത്തിയ കാര്യം പാർട്ടിയിൽ പറയണം. അത് പ്രതിപക്ഷ നേതാവ് ചെയ്തിട്ടുണ്ട്. പാർട്ടിയിൽ മുഖത്തു നോക്കി നേതാക്കളെ വിമർശിക്കാൻ ഒരു വിലക്കുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംവിധായകൻ ഷാഫിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. സംവിധായകൻ ഷാഫിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഷാഫിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം 16-നാണ് ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കടുത്ത തലവേദനയെ തുടർന്ന് ചികിത്സ തേടിയ ഷാഫിക്ക് ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയും അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു ഷാഫി. നടൻ മമ്മൂട്ടി, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള പ്രമുഖർ ആശുപത്രിയിലെത്തി ഷാഫിയെ കണ്ടിരുന്നു. രോഗം ഉടൻ ഭേദമാകുമെന്ന പ്രതീക്ഷ കഴിഞ്ഞ ദിവസം സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ പങ്കുവച്ചിരുന്നു. ഉത്രാളിക്കാവ് ഭഗവതിക്ക് പൂരത്തിന് മുന്നോടിയായി കുമരനെല്ലൂർ ദേശം സമർപ്പിക്കുന്ന ദേശപാന 2025 ജനുവരി 28 ചൊവ്വാഴ്ച. ഉത്രാളിക്കാവ് ഭഗവതിക്ക് പൂരത്തിന് മുന്നോടിയായി കുമരനെല്ലൂർ ദേശം സമർപ്പിക്കുന്ന ദേശപ്പാന 2025 ജനുവരി 28 ചൊവ്വാഴ്ച കുമരനെല്ലൂർ കറുവണ്ണ ക്ഷേത്ര പരിസരത്ത് വെച്ച് പരമ്പരാഗത ചടങ്ങുകളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9:30 കാലിടൽ, തുടർന്ന് ഭഗവതിയെ താളങ്ങളുടെയും ദിനേശ് വെള്ളിത്തിരുത്തി നേതൃത്വം നൽകുന്ന മേളത്തിൻ്റെയും അകമ്പടിയോടെ എഴുന്നള്ളിക്കുന്നു. ഉച്ചയ്ക്ക് 12-ന് കൊട്ടിവെച്ച് അകംപൂകൽ, 2:30 കളമെഴുത്ത്, വൈകിട്ട് 6:15 ദീപാരാധന, 6:30 ദശപുഷ്പം ടീം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി, 7 മണിക്ക് കുമാരി ശ്രീലക്ഷ്മി, കുമാരി ശ്രീ പാർവതി എന്നിവർ അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക എന്നിവയും നടക്കും. രാത്രി 8 മണിക്ക് അന്നദാനം, തുടർന്ന് പാൽക്കുടം പൂജ, ഇരുന്നുപാണ്ടി, തിരിയൊഴിച്ചൽ, പാനവലത്ത്, കനലാട്ടം, കോമരത്തിൻ്റെ കൽപ്പന എന്നിവയും നടക്കും. കൃഷ്ണൻകുട്ടി കരിമത്ര, ശ്രീധരൻ വെള്ളാളത്ത്, തങ്കപ്പൻ നായർ, ഭാസ്കരൻ മടത്തിലാത്ത്, കുമാരൻ, രാജേഷ്, ഉത്രാളിക്കാവ് കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. കോൺഗ്രസിലെ അനൈക്യത്തിലെ വിമർശനവുമായി RSP നേതാവ് ഷിബു ബേബി ജോൺ. കോൺഗ്രസിലെ അനൈക്യത്തിൽ വിമർശനവുമായി RSP നേതാവ് ഷിബു ബേബി ജോൺ. കോൺഗ്രസിലെ അനൈക്യം മുന്നണിയിൽ അരോചകമായി മാറുന്നു. എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുന്നത് ശരിയല്ല. തീയില്ലാതെ പുകയുണ്ടാകില്ല എന്നാണ് RSP വിശ്വസിക്കുന്നതെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. UDFൽ ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയ്ക്കുള്ള സാഹചര്യമില്ല. ആര് മുഖ്യമന്ത്രിയാകുമെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. ഗാന്ധിജിയുടെ കാലം മുതലേ കോൺഗ്രസിൽ തമ്മിലടിയുണ്ട്. കോൺഗ്രസിലെ തമ്മിലടി പുതിയ കാര്യമല്ല, ഉണ്ടാകാത്ത കാലവുമില്ല. എന്നാൽ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യം നേതൃത്വം തിരിച്ചറിയണമെന്നും ഷിബു ബേബി ജോൺ വിമർശിച്ചു. ചെന്നിത്തലയെ മത സാമുദായിക പരിപാടികളിൽ ക്ഷണിക്കുന്നത് നല്ല കാര്യമല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. CPIM ജില്ലാ സമ്മേളനത്തിന് സംഭാവനയായി 32 കിലോ ഭാരമുള്ള ചേന നൽകി കരുണാകരൻ. CPIM ജില്ലാ സമ്മേളനത്തിന് സംഭാവനയായി 32 കിലോ ഭാരമുള്ള ചേന നൽകി സഖാവ് കരുണാകരൻ. ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ കുന്നംകുളത്ത് വെച്ച് ചേരുന്ന CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ വിജയത്തിനായി വിപുലമായ പ്രവർത്തനങ്ങൾ നടന്നുവരവെ
തന്റെ പുരയിടത്തിൽ വിളഞ്ഞ 32 കിലോ ഭാരമുള്ള വാർത്താ പ്രാധാന്യം നേടിയ ചേന സമ്മേളന നടത്തിപ്പിന്റെ ചിലവിലേക്കായി N. കരുണാകരൻ സംഭാവന ചെയ്തു. 35 കിലോ അരിയും സമ്മേളനത്തിലേക്കായി സംഭാവന ചെയ്യുകയുണ്ടായി. ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റിയിലെ ഏങ്കങ്കാട് നോർത്ത് ബ്രാഞ്ച് അംഗമാണ് കരുണാകരൻ. CPIM ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭ ചെയർമാനുമായ PN സുരേന്ദ്രൻ വിഭവങ്ങൾ ഏറ്റുവാങ്ങി. പ്രമോദ് കുമാർ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ സെക്രട്ടറിയുമായ MJ ബിനോയ് സ്വാഗതം പറഞ്ഞു. നഗരസഭാ കൗൺസിലർ KA വിജേഷ്, CPIM ലോക്കൽ കമ്മിറ്റി അംഗം S. രാമചന്ദ്രൻ, CPIM ഏങ്കങ്കാട് നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി O. രാജൻ, മങ്കര ബ്രാഞ്ച് സെക്രട്ടറി VV നൌഷാദ്, KS നൂറുദ്ദീൻ, ജാനകി കരുണാകരൻ എന്നിവർ പങ്കെടുത്തു. വേസ്റ്റ് തുണികളിലെ വർണ്ണവിസ്മയം കേരളത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ. വിജയത്തിന്റെ 3 ആണ്ടുകൾ പിന്നിട്ട് നഗരസഭയുടെ അഭിമാന പദ്ധതിയായി മാറിയിരിക്കുകയാണ് പട്ടികജാതി വനിതാ സംരംഭമായ കൈമാറ്റക്കട. സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നതോടൊപ്പം അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കൈമാറ്റക്കടയിൽ ഡ്രൈ ക്ലീനിംഗ് സംവിധാനവും ടൈലറിംഗും കൂടി ഒരുക്കി സംരംഭം വിപുലപ്പെടുത്താനൊരുങ്ങുകയാണ് നഗരസഭ. 2023 ഏപ്രിൽ മാസത്തിലാണ് പട്ടികജാതി വനിതാ വിഭാഗത്തിനായി നൂതന സംരംഭമായ കൈമാറ്റക്കട ആരംഭിച്ചത്. സംരംഭത്തിന് 2 നില കെട്ടിടവും ആവശ്യമായ മിഷനറികളും നഗരസഭ നൽകി. തുടക്കത്തിൽ 4 പേരായിരുന്നു സംരംഭത്തിന് മുന്നിലുണ്ടായിരുന്നത്. തുടർന്ന് സംരംഭത്തിന്റെ പ്രവർത്തനങ്ങളും വിജയവും കണ്ട് ഇഷ്ടപ്പെട്ട് കൂടുതൽ പേർ സംരംഭത്തിന്റെ ഭാഗമായി. കണ്ണൂരിൽ നിന്ന് വന്ന വിദഗ്ധരുടെ 1 ദിവസത്തെ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ചവിട്ടി നിർമ്മാണം ആരംഭിച്ചത്. 2024 അതിതീവ്ര മഴ സംരംഭത്തെ തകർത്തപ്പോഴും താങ്ങും കരുത്തും നൽകി പുനരുജ്ജീവിപ്പിച്ചത് നഗരസഭയാണ്. വെള്ളം കയറി നശിച്ച മിഷനറികളെ പ്രവർത്തന സജ്ജമാക്കി കൈമാറ്റക്കടയെ വീണ്ടെടുക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു. ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന തുണികൾ ഉപയോഗിച്ച് ചവിട്ടി, തുണിസഞ്ചി എന്നിവ തയ്യാറാക്കുന്നു. കൂടാതെ ഹരിതകർമ്മസേനയിൽ നിന്നും ലഭിക്കുന്ന നല്ല വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കി കൈമാറ്റക്കടയിൽ സൂക്ഷിക്കും. അത് ആവശ്യക്കാർക്ക് സൗജന്യമായി ഉപയോഗിക്കാനുള്ള സജ്ജീകരണവും കൈമാറ്റക്കടയിലുണ്ട്. പാഴ്ത്തുണികളിൽ നിന്ന് ഒരു ദിവസം 15 ചവിട്ടി വരെ ഇവിടെ നിർമ്മിക്കും. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും മാലിന്യ സംസ്കരണ രീതി പഠിക്കാൻ തൃശൂർ ജില്ലയിൽ എത്തുന്നവരെല്ലാം ഈ കൈമാറ്റക്കട സന്ദർശിക്കാതെ പോകാറില്ല. ഇത് തങ്ങളുടെ ജില്ലയിലും മാതൃകയാക്കണമെന്ന ആഗ്രഹത്തോടെയാണ് പലരുടെയും മടക്കം. നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചു. പകരം തുണിസഞ്ചിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൈമാറ്റക്കടയിലും തുണിസഞ്ചി നിർമ്മാണം തകൃതിയായി നടക്കുന്നുണ്ട്. ഒരു ദിവസം 50ഓളം തുണിസഞ്ചി ഇവർ തയ്യാറാക്കും. കൃഷിഭവനിലേക്കും കുടുംബശ്രീയുടെ വിവിധ പരിപാടികളിലേക്കുമുള്ള തുണിസഞ്ചികൾ നൽകുന്നത് ഇവിടെ നിന്നാണ്. എന്നാൽ കടകളിൽ ഇപ്പോൾ തുണിസഞ്ചിയുടെ ഉപയോഗം കുറഞ്ഞുവെന്നാണ് സംരംഭ നടത്തിപ്പുകാരുടെ അഭിപ്രായം. ആഴ്ചയിൽ 200 തുണിസഞ്ചികൾ കൊണ്ടുപോയിരുന്ന പല കടകളും ഇപ്പോൾ വാങ്ങുന്നത് 50 എണ്ണമായി ചുരുങ്ങി. ജിഷ, ഉഷ, സരിത, പ്രിയ, ടീന, കാർത്യായനി, ജിബിത എന്നിവരാണ് കൈമാറ്റക്കടയുടെ കരുത്ത്. നഗരസഭാ കൗൺസിൽ നൽകുന്ന പ്രോത്സാഹനമാണ് കൈമാറ്റക്കടയുടെ വിജയത്തിന് കാരണമെന്ന് ഇവർ പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയുടെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന സംരംഭമാണിത്. ഇപ്പോൾ ഞങ്ങൾ 3-ാം വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. തുടക്കത്തിനേക്കാളും നല്ല വിധം മെച്ചമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇത് കുടുംബശ്രീയിലെ SC വനിതകളുടെ ഒരു സംരംഭമാണ്. പിന്നെ ചപ്പി അടിച്ച് കൊടുക്കലും തുണിസഞ്ചി അടിക്കലാണ് ഞങ്ങൾ ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത്. നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയാണ്. കീഴിലേക്ക് ട്രെയിനിങ്ങിന് വരുന്ന പല ജില്ലകളിലും, നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളിൽ നിന്നുള്ള എല്ലാ പ്രവർത്തകരും ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ഈ സംരംഭം നന്നായി ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചവിട്ടികൾ മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്നത് ഇത് നല്ലൊരു സംരംഭമാണ്. ഇത് അവരുടെ ജില്ലകളിലും അവരുടെ മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഈ സംരംഭം തുടങ്ങണമെന്ന് അവർക്ക് നല്ല ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല നല്ല ഈടും ഉറപ്പും നമ്മൾ തയ്ക്കണ ചവിട്ടിന്ന് കിട്ടുന്നുണ്ട് എല്ലാവരും. ഇതുവരെ ഒരു പൊട്ടഭിപ്രായം ആരും പറഞ്ഞിട്ടുണ്ട്. നല്ല ചവിട്ടിയാണ്, നല്ല സംരംഭമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാൻ സംരംഭം കൊണ്ട് കഴിഞ്ഞു. പലരും ഈ സംരംഭത്തെ മാതൃകയാക്കുമ്പോൾ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട്, ജിഷ കൂട്ടിച്ചേർത്തു. നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക്.
നിയമത്തിൻ്റെ ഇത് കണ്ടിട്ട് പുള്ളിക്ക് വീണ്ടും പുതിയതായിട്ട് 3 പേരും കൂടി ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അവരിവിടെ വന്നിപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് നല്ലൊരു സംരംഭമായിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ ഉള്ളതിനേക്കാളും ഒന്നും കൂടി നന്നായി കൊണ്ടുപോകാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സംരംഭകരാകാൻ കഴിഞ്ഞതിനൊപ്പം തുണിസഞ്ചി തയ്യാറാക്കുന്നതിലൂടെ പ്രകൃതിക്ക് ദൂഷ്യമായ പ്ലാസ്റ്റിക് കവറിനെ ഇല്ലാതാക്കുന്നതിൽ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യവും ഇവർക്കുണ്ട്. ജീവിതം 4 ചുമരുകൾക്കിടയിൽ തീർക്കാതെ മാതൃകാ സംരംഭത്തിലൂടെ മറ്റുള്ളവർക്ക് കൂടി പ്രചോദനം നൽകാൻ, ജീവിതത്തിൽ ആത്മവിശ്വാസം പകരാനും ഈ പെൺകരുത്തിനായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താൽക്കാലിക നിയമനം സംബന്ധിച്ച ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകാതെ സർക്കാരിന്റെ ഒളിച്ചുകളി. KPCC അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച പട്ടികയെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാലക്കാട് ബ്രൂവറി പ്ലാന്റിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. NM വിജയന്റെ ആത്മഹത്യാ കേസിൽ പ്രേരണ കുറ്റം ചുമത്തി MLA IC ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. കാന്തപുരത്തിന്റെ പേര് പറയാതെ വിമർശനം ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. KSRTCയുടെ സാമ്പത്തിക കണക്ക് നോക്കുന്നത് താനെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. കാളപ്പെറ്റു എന്ന് കേട്ടപ്പോഴേക്കും കയറെടുത്തു എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നലെ സഖാക്കൾ നരേന്ദ്രമോദിയെ തെറി വിളിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.